ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി ഒരു ഫിഷ് മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫിഷ് ഉപയോഗിച്ച് വേണമെങ്കിൽ ഈ ഒരു മസാല റെഡിയാക്കി എടുക്കുക. അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു മസാല. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഈ ഒരു ഫിഷാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങാനീര് ഇത്രയും തേച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് അധികം എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല, കുറച്ച് എണ്ണയിലാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിൽ മസാലയ്ക്ക് ആവശ്യമായിട്ട് 2 സവാള, 3 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അവ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം മീനിൻ്റെ ഒരു സൈഡൊക്കെ വെന്ത് വന്നപ്പം ഞാൻ കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ സവാള വഴണ്ട് വന്നപ്പോൾ 3 തക്കാളിയും കൂടെ അരിഞ്ഞതിട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, കുറച്ച് ഗരം മസാല, കുരുമുളക് ചതച്ചതാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനത്തെ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ മുളക് പൊടി വളരെ കുറച്ചേ ഇട്ട് കൊടുക്കാവൂ. മല്ലിപ്പൊടിയുടെ അളവാണ് കൂട്ടിയിട്ട് കൊടുക്കേണ്ടത്. മുളക് പൊടി കൂടുമ്പോൾ നമ്മുടെ ഈ മസാലയ്ക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഈ സമയത്ത് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ഒഴിക്കുമ്പോൾ ഈ മസാലയ്ക്ക് നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ വെള്ളത്തിന് പകരമായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞതാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പം നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പം ഈ മസാലയിൽ നല്ല അടിപൊളി ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ മസാലയിൽ നിന്ന് ഞാൻ കുറച്ച് കോരി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള മസാലയുടെ മുകളിലേക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത് മിക്കവാറും നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തേക്കണേ.